കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ വിധിയെത്തിയപ്പോൾ ആകെ മാറി മറിഞ്ഞ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. വിജയം ഉറപ്പിച്ചവർക്ക് പരാജയവും സംശയത്തിൽ നിലനിന്നയിടങ്ങളിൽ പലതും കൈക്കുള്ളിൽ ലഭിച്ച അവസ്ഥയുമാണ് ചില പാർട്ടിക്ക്. പലയിടവും UDF ആധിപത്യം സ്ഥാപിച്ചു. എന്നാൽ നേരെ തലസ്ഥാനത്തേക്ക് എത്തിയാൽ കഥയാകെ മാറിയ മട്ടാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തുമ്പോൾ സ്വീകരിക്കാൻ BJP മേയർ എത്തുമെന്നായിരുന്നു ഇക്കുറി തദ്ദേശ പോരിനിറങ്ങുമ്പോൾ BJP നടത്തിയ പ്രചരണം. ആ പ്രചരണം ഒടുവിൽ വിജയം കാണുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻ DGP ശ്രീലേഖയ്ക്ക് മിന്നും ജയമാണ് ലഭിച്ചിരിക്കുന്നത്. ശാസ്തമംഗലം വാർഡിൽ നിന്നായിരുന്നു NDA സ്ഥാനാർത്ഥിയായ ശ്രീലേഖ മത്സരിച്ചത്. രാവിലെ മുതൽ പിന്നിലും മുന്നിലും മാറി മാറി തുടർന്നുവെങ്കിലും ഒടുവിൽ വിജയം ഉറപ്പിച്ചു. LDF സ്ഥാനാർത്ഥിയായ അമൃതയെ തോൽപ്പിച്ചുകൊണ്ടാണ് മുൻ DGP കൂടിയായ R ശ്രീലേഖ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. തലസ്ഥാനത്തെ BJPയുടെ സർപ്രൈസ് പ്രഖ്യാപനമായിരുന്നു കേരളത്തിലെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയായ R ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വം. R ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടായിരുന്നു BJPയുടെ പ്രചരണ പരിപാടികളും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ R ശ്രീലേഖ വിവാദത്തിൽപ്പെടുകയും ചെയ്തതാണ്. പ്രചരണത്തിനിടെ പേരിനൊപ്പം IPS ഉപയോഗിച്ചതിന് പുലിവാലി പിടിച്ച സംഭവവും ഉണ്ടായിരുന്നു. വ്യാജ സർവേ ഫലം പ്രചരിപ്പിച്ചതും തലവേദനയായി മാറി. ഇതാ വിവാദങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി മുൻ DGP R ശ്രീലേഖ ഇപ്പോൾ വിജയം കൈവരിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ LDFന് കനത്ത തിരിച്ചടിയായി മാറി ഈ വിജയം. ശാസ്തമംഗലത്ത് 26-കാരിയായ R അമൃതയായിരുന്നു ശ്രീലേഖയ്ക്കെതിരെ മത്സരിച്ച CPIM സ്ഥാനാർത്ഥി. സരള റാണിയായിരുന്നു UDFന്റെ സ്ഥാനാർത്ഥി. LDFനെയും UDFനെയും അട്ടിമറിച്ച BJP തിരുവനന്തപുരം കോർപ്പറേഷൻ ഒറ്റയ്ക്ക് ഭരിക്കാൻ ഒരുങ്ങുകയാണിപ്പോൾ. രാജീവ് ചന്ദ്രശേഖരനെ മുന്നിൽ നിർത്തിയുള്ള പ്രചരണങ്ങൾ വിജയം കണ്ടതോടുകൂടി ഇത് എല്ലാവരെയും അമ്പരപ്പിച്ചു BJP അധികാരം പിടിച്ചെടുത്തത്. കാലങ്ങളായി BJP മുന്നേറ്റമുള്ള കോർപ്പറേഷനിൽ ഇനി BJPക്ക് മേയർ എത്തും. വികസന രാഷ്ട്രീയം ചർച്ചയാക്കി എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകളും പിടിച്ചുകൊണ്ടാണ് BJP അധികാരത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 2015 തദ്ദേശ വോട്ടെടുപ്പിന് ഇറങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് BJPക്ക് കയ്യിലുണ്ടായിരുന്നത് വെറും 7 സീറ്റുകൾ മാത്രമായിരുന്നു. അവിടെ നിന്നത് 35 ഉയർത്തിയപ്പോൾ തലസ്ഥാനത്തെ CPMഉം കോൺഗ്രസും ഒരുപോലെ ഞെട്ടി. കോൺഗ്രസ് പിന്തുണയോടെ CPM നഗരസഭ ഭരിച്ചു. 5 വർഷങ്ങൾക്കപ്പുറം 2020 വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ BJPക്ക് വീണ്ടും ലഭിച്ചത് 35 സീറ്റുകൾ മാത്രം. ഇക്കുറി ഈ നില 50ലേക്ക് എത്തിച്ചിരിക്കുകയാണ് BJP. തിരുവനന്തപുരത്ത് BJPക്ക് ഒരു മേയറെ കൊടുത്തതിന്റെ ക്രെഡിറ്റ് CPMനാണ് എന്നാണ് MP-യും മുൻ കേന്ദ്രമന്ത്രിയുമായ KC വേണുഗോപാൽ ഇതിനോട് പ്രതികരിച്ചത്. CPMന്റെ ഔദാര്യത്തിലാണ് പലയിടത്തും BJP വിജയിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് ആകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 2 ഘട്ടമായി നടന്ന വോട്ടെടുപ്പിൽ 2,76,609 വോട്ടർമാരാണ് ആകെ വോട്ട് ചെയ്തത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പേർ വോട്ട് ചെയ്തതും ഇത്തവണ തന്നെയാണ്. 73,866 വോട്ടുകളാണ് മുൻ തിരഞ്ഞെടുപ്പിൽ നിന്നും അധികമായി പോളിംഗ് ബൂത്തുകളിൽ ഇത്തവണ പോൾ ചെയ്യപ്പെട്ടത്. ആകെ 73.69% പോളിംഗ് ആണ് ഇത്തവണ നടന്നത്. 7 സീറ്റിൽ നിന്ന് 10 വർഷം കൊണ്ട് ഒറ്റയ്ക്ക് കേരളത്തിന്റെ തലസ്ഥാന നഗരം ഭരിക്കാനുള്ള ശക്തിയായി മാറിയതിന് പിന്നിൽ ചിട്ടയായ പ്രവർത്തനത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും കൂടി കഥകളുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നത് അടക്കം പ്രചരണത്തിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു BJP വോട്ട് തേടിയത്. വിഴിഞ്ഞം തുറമുഖം, അനുബന്ധ വികസനം, തിരുവനന്തപുരം മെട്രോ റെയിൽ എന്നിങ്ങനെ നഗരവാസികളുടെ പൾസ് മനസ്സിലാക്കിയുള്ള പ്രചരണമാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ BJP നടത്തിയത്. രാഷ്ട്രീയ പോരിനും വിവാദങ്ങൾക്കും പഞ്ഞമില്ലാത്ത കേരളത്തിൽ തലസ്ഥാനത്തെ വോട്ടർമാരുടെ മുന്നിൽ BJP അവതരിപ്പിച്ചത് വികസന രേഖയാണ്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വാഗ്ദാനങ്ങളെ തിരുവനന്തപുരത്തെ വോട്ടർമാർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചുവെന്ന് വേണം ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. സ്ഥാനാർത്ഥി നിർണയം മുതലുള്ള കാര്യങ്ങളിൽ കർശനമായ നിലപാടാണ് BJP സ്വീകരിച്ചത്. ഭരണം ലഭിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ എത്തിക്കുമെന്നും വികസന പദ്ധതികൾക്ക് കൂടുതൽ വേഗം കൈവരിക്കുമെന്ന പ്രചരണ തന്ത്രമാണ് ആദ്യം മുതൽ സ്വീകരിച്ച് അവർ വിജയിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടത് വിരുദ്ധ തരംഗം ശക്തമാണ്. ശബരിമല സ്വർണ്ണ കൊള്ളയും തിരുവനന്തപുരത്തിന്റെ വികസന മുരടിപ്പും ആര്യ രാജേന്ദ്രന്റെയും കൂട്ടരുടെയും അഴിമതിയും വോട്ടിൽ പ്രതിഫലിച്ചെന്നാണ് കരുതാൻ. ഒപ്പം മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തോടൊപ്പം അനന്തപുരിയിലെ ജനത നിന്നതും BJPക്ക് നേട്ടമായി മാറി. കോർപ്പറേഷനിലെ വിജയം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമൊട്ടാകെ BJPക്ക് ശക്തി പകരും എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ.